ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. ഈ ഒരു കറി മതി കേട്ടോ ചോറിനാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ആവശ്യത്തിന് എരിവും എല്ലാം ചേർന്ന് നല്ല സ്വാദുള്ളൊരു കറിയാണ്. നമ്മളിതിൻ്റെ കൂടെ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ എന്താ ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ പീസാക്കണ്ട, തീരെ ചെറിയ പീസും ആക്കണ്ട, ആ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് ഒരു 2 പിടിയോളം വൻപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തങ്ങ എരിശ്ശേരി അല്ല കേട്ടോ, വൻപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. വൻപയറും എരിശ്ശേരിയാണെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ കുതിർത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിത് കുതിർത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ട, ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 വിസിലൊക്കെ കേൾപ്പിച്ചെടുക്കാം. മത്തങ്ങയും വൻപയറും അങ്ങ് വെന്ത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അടച്ച് വെച്ചൊന്ന് വിസിൽ കേൾപ്പിച്ച് വരെ എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്നായി വരട്ടെ. ഈ സമയത്ത് നമുക്കൊരു ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു 4-5 ചെറിയ വെളുത്തുള്ളിയാണ് പീസ് ചെയ്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 ചേർക്കാം. അതല്ല ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം. ഒരുപാടിട്ടങ്ങ് വഴറ്റണ്ട. അത് അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്, നമ്മുടെ ക്രഷ്ഡ് ചില്ലി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ഞാൻ പറഞ്ഞ പോലെ വറ്റൽമുളക് ചതച്ചത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ട് മുളക് പൊടി, ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ എരിവിന് നമ്മൾ വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റോ ടേസ്റ്റ്, പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് വെന്ത് വന്ന് നമ്മുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മത്തങ്ങയൊന്നും ഒരുപാടങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായി വെന്തിട്ടുമുണ്ട്. ഇപ്പം നിങ്ങൾ വൻപയർ കുതിർത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അധികം വിസിൽ കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിലൊക്കെ മതിയാവും. വിസിൽ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ആ ഒരു വിസിൽ അടിക്കാറാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്താലും മതി. ഒരുപാട് നേരമൊക്കെ കുതിർക്കുന്നവർ കേട്ടോ. അപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ മത്തങ്ങ കൂടെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് 1-2 വിസിൽ കേൾപ്പിച്ച് നമ്മുടെ പയറൊന്ന് വേവിച്ചിട്ട് മത്തങ്ങയും കൂടി ഇട്ട് ഒന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് മത്തങ്ങ കട്ട് ചെയ്തിടുക. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ മത്തങ്ങ വെന്ത് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുന്ന ടെൻഷനുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ പയർ വേവിക്കുമ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ആ ഉള്ളിൽ മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ. കാരണം ചില സമയത്ത് പയറിൽ ഉപ്പ് ചേർത്ത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ചില പയർ വേവാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പയർ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കരുത്, അധികം തിക്കാക്കിയും വെക്കരുത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, അതാണ് കൂടുതൽ നല്ലത്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ.
നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് മസാലപ്പൊടികളും ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വൻപയറും മത്തങ്ങയൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂട്ടുകളാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പയറുവർഗ്ഗങ്ങളൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണല്ലോ. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഒരുപാടിട്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് പയറും കുറച്ച് മത്തങ്ങയും കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഉടച്ചു കൊടുക്കരുത്. കുറച്ച് പയറും കുറച്ച് മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിലേക്ക് ഫ്ലേവറൊക്കെ ഇറങ്ങും. കുറച്ച് മതി കേട്ടോ, ഒരുപാടങ്ങ് ഉടച്ചെടുക്കരുത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വൻപയർ തന്നെ ചേർക്കുക കേട്ടോ. ചെറുപയർ ചേർത്താൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുപയർ ചേർത്ത് നമുക്ക് ചെയ്യാം, പക്ഷേ വൻപയർ ചേർത്ത് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ചെറുപയർ ചേർത്താൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ ലൂസാക്കി എടുക്കരുത്, ഇതിൽ കൂടുതൽ തിക്കാക്കി എടുക്കരുത്. കാരണം ഇരിക്കുമ്പം കുറുകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകിപ്പോവും. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങ ഇല്ലാത്ത കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇല്ലാത്ത കറികളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കറിയാണ്. നമ്മളെപ്പോഴും മത്തങ്ങയും പയറും വെച്ചിട്ട് എരിശ്ശേരിയൊക്കെ അല്ലേ ചെയ്യുന്നത്. അതിനൊക്കെ ഒരുപാട് തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നാളികേരം അധികം അരയ്ക്കാത്ത കറികൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ, ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തന്നെ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മത്തങ്ങ റെസിപ്പീസ് നമ്മൾ ഇതുവരെ ഇട്ട എല്ലാ റെസിപ്പീസും ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ്, പല രീതിയിലുള്ള റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.